കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി 2025 ഒക്ടോബർ 26 ഞായറാഴ്ചയാണ്. ശ്രീ വരാഹി ദേവിയെ ഭജിക്കാൻ ശ്രേഷ്ഠമായ ദിവസം. തികച്ചും പവിത്രമായ മനസ്സോടെ ഉഗ്രശക്തിയുള്ള പഞ്ചമി ദേവിയെ ഉപാസിക്കുന്ന ഭക്തരെ എല്ലാ രീതിയിലും ഭഗവതി കാത്തുരക്ഷിക്കും. ഭയം, സങ്കടം, വിഘ്നങ്ങൾ, പക, ചഞ്ചല മനസ്സ് എന്നിവയൊന്നും അവരെ തീണ്ടില്ല. ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് തൻ്റെ ഭക്തർക്ക് ചുറ്റും ഒരു വജ്രപഞ്ചരം തന്നെ തീർക്കും. വരാഹി ദേവിക്ക് വിവിധ രൂപങ്ങളുണ്ട്. അതിനനുസരിച്ച് ഉപാസകർ നേടുന്ന ബലത്തിനും വ്യത്യാസമുണ്ട്. ലളിതാദേവിയുടെ സേനാനായികയായ വരാഹി ദേവി 5 കോണുള്ള ചക്രത്തിലിരുന്ന് ഭരിക്കുന്നു. പഞ്ചമി, അഷ്ടമി ദിനങ്ങളിൽ സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷം ഈ ദേവിയെ ഭജിക്കുന്നത് അപാരമായ ബലം സമ്മാനിക്കുക തന്നെ ചെയ്യും. ഈ ദേവിയെ ഭജിക്കുന്നവർ മറ്റുള്ളവരെ പറ്റി ദോഷം പറയരുത്. അഥവാ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരിച്ചടി നേരിടും. സംശയപൂർവ്വം ഒരു കാരണവശാലും ഈ ദേവിയെ ഭജിക്കരുത്. ബീജമന്ത്രങ്ങൾ ജപിച്ച് ശ്രീ വരാഹി ദേവിയെ ഭജിക്കാൻ കഴിയാത്ത സാധാരണ ഭക്തർക്ക് ദ്വാദശനാമങ്ങളിൽ അമ്മയെ ആരാധിക്കാം. സപ്തമാതൃക്കളിൽ ഒന്നായ ദേവിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രി 7 മുതൽ 9 വരെയാണ്. എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഉപാസിക്കണം. തന്നിഷ്ടം പോലെ സമയക്രമം മാറ്റരുത്. ഭക്തിക്ക് മുന്നിൽ അതിവേഗത്തിൽ പ്രസാദിക്കുന്ന ദേവിയുടെ 12 തിരുനാമങ്ങൾ ശ്രീ ലളിതോപാഖ്യാനം 11-ാം അധ്യായത്തിലുണ്ട്. അതാണ് വരാഹി ദ്വാദശനാമവും സ്തോത്രവും. ഇതിലെ ഓരോ നാമം കൊണ്ടും ആരംഭിക്കുന്ന 12 ശ്ലോകങ്ങളാണ് ശ്രീ വരാഹി ദ്വാദശനാമ സ്തോത്രം. ഇതെന്നും രാത്രി ഒരേ സമയത്ത് പതിവായി ജപിക്കുന്ന ഭക്തർക്ക് ചുറ്റും വജ്രപഞ്ചരം പോലെ അഭേദ്യമായ കവചം ദേവി ഒരുക്കും. ദേവി പ്രധാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 2 പക്ഷത്തിലെയും പഞ്ചമിക്ക് ഇത് ജപിച്ചാൽ അതിവേഗം ബലം കിട്ടുമെന്ന് പറയുന്നു.